തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് കോലഴി. ഇരു മുന്നണികളെയും മാറി മാറി തുണയ്ക്കുന്ന പഞ്ചായത്തിൽ ഇത്തവണ പുതുതന്ത്രങ്ങളുമായാണ് LDFും UDFും കളം പിടിക്കാനൊരുങ്ങുന്നത്. തൃശൂർ നഗരം വളർന്നു വികസിക്കുന്നത് കോലഴിയുടെ അരികുപറ്റിയാണ്. കോർപ്പറേഷൻ പരിധിയും കടന്ന് കോലഴിയിലേക്ക് കൂടിയാണ് ശോഭാ സിറ്റിയുടെ വളർച്ച. ഫ്ളാറ്റുകളുടെ എണ്ണം കൂടിയതോടെ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നു. എങ്കിലും ഗ്രാമീണതയുടെ നാട്ടുഭംഗി തൊങ്ങൽ ചാർത്തുന്ന നാടുകൂടിയാണ് കോലഴി. നെയ്തലക്കാവ് ക്ഷേത്രവും കൊട്ടേക്കാട് പള്ളിയുമെല്ലാം ദേശത്തിന് വിശ്വാസ തീക്ഷ്ണതയുടെ തിലകം ചാർത്തി നിലകൊള്ളുന്നു. ഇരു മുന്നണികൾക്കും ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ LDF വ്യക്തമായ മേധാവിത്വം നേടിയിരുന്നു. ആകെയുള്ള 17 വാർഡിൽ LDF 12, UDF 5 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. CPMലെ ലക്ഷ്മി വിശ്വംഭരനാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന സർക്കാരിന്റെ കൂടി പിന്തുണയോടെ വികസന വഴികളിൽ കോലഴി പുതുചരിത്രം രചിച്ചെന്ന് ഭരണ നേതൃത്വം പറയുന്നു. കൊട്ടേക്കാട് മുണ്ടൂർ റോഡ്, വനിതാ ക്യാൻറ്റീൻ, ആട്ടൂർ ബസ് സ്റ്റോപ്പ്, അത്തരം വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത്തേക്കാട് പ്രദേശത്ത് ഒരു പുതിയ കളിസ്ഥലം രൂപപ്പെടുത്താൻ കഴിഞ്ഞു. കാക്കത്തോപ്പ് ഗ്രൗണ്ട്, പഞ്ചായത്ത് ഗ്രൗണ്ടിന് 1 കോടി രൂപ വെച്ച് ഇൻഡോർ സ്റ്റേഡിയം അവിടെ പണി അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച മുഴുവൻ പേർക്കും വീടും സ്ഥലവും നൽകി. ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിച്ചു. ഈ മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ അടക്കം പുരസ്കാരങ്ങൾ പഞ്ചായത്തിന് ലഭിച്ചു. ഹെൽത്ത് സെൻറ്റർ പഞ്ചായത്തിൻ്റെ സ്വന്തമാക്കി ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ഏറ്റെടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ ഹെൽത്ത് സെൻറ്ററിനകത്ത് പാലിയേറ്റീവ് രോഗികളെ ആശുപത്രിയിലേക്ക് സൗജന്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ആംബുലൻസ് സംവിധാനം 25 ലക്ഷം രൂപ ചെലവഴിച്ച് വെറും 2 മാസത്തിനുള്ളിൽ ഈ ഭരണസമിതിക്ക് സ്വന്തമാക്കാനായി എന്നുള്ളതും വലിയ നേട്ടമായി ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മാലിന്യമുക്ത കോലഴി പദ്ധതിയാണ് മറ്റൊരു നേട്ടം. കാർഷിക മേഖലയിലും പ്രത്യേകം ശ്രദ്ധയൂന്നി. കാർഷിക മേഖലയ്ക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. ഈ ഭരണസമിതി വരുമ്പോൾ 5000 രൂപയായിരുന്നു ഉഴവുകൂലി കൂട്ടുന്നതിന് വേണ്ടി കർഷകർക്ക് കൊടുത്തിരുന്നത്. ഇന്നത് 20,000 രൂപയിലേക്ക് എത്തി എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് 20,000 രൂപ കൊടുക്കുന്ന അപൂർവം പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തായി കോലഴി ഗ്രാമപഞ്ചായത്ത് മാറി. എടുത്തു കാണിക്കാൻ ഒരു വികസന പദ്ധതി പോലും ഇല്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. ലൈഫ് മിഷനിലെ അവകാശവാദത്തെയും UDF ചോദ്യം ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പഞ്ചായത്താണ് കോലഴി ഗ്രാമപഞ്ചായത്ത്. അപ്പം നമുക്ക് ആ ഫണ്ടും തനത് ഫണ്ട് എടുത്ത് ഉപയോഗിക്കാം, വീടുകൾക്ക് കൊടുക്കാം. പക്ഷേ അത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ലൈഫ് പദ്ധതി. കുടിവെള്ള പ്രശ്നവും തകർന്ന റോഡുകളും പ്രതിപക്ഷ ആരോപണത്തിന് മൂർച്ച കൂട്ടുന്നു. ഈ ജലജീവൻ പദ്ധതി ഒരു നിയന്ത്രണമില്ലാതെ ഇപ്പം പദ്ധതി കൊടുത്താലും എല്ലാവർക്കും കണക്ഷൻ കൊടുത്തിട്ടില്ല. എന്നിട്ട് അവിടെ കിടക്കുക. റോഡുകളാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഇപ്പം ഞങ്ങൾ പദ്ധതിയിൽ ഇക്കൊല്ലം അത് തയ്യാറാക്കിയിരിക്കുക. വാട്ടർ അതോറിറ്റിയോട് പറയുമ്പോൾ വാട്ടർ അതോറിറ്റിന് അത് നിയന്ത്രണം വെച്ചിരുന്നത്. വാട്ടർ അതോറിറ്റി അത് കൈമലർത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. പുനർവിഭജനത്തിന് ശേഷം 3 വാർഡുകൾ കൂടിയ കോലഴിയിൽ ഇത്തവണ 20 വാർഡുകളിലേക്കാണ് പോരാട്ടം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിനും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിനും പരമാവധി പ്രചരണം നൽകുകയാണ് LDF. ഒപ്പം പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങളും ചേരുമ്പോൾ തുടർഭരണം സ്വപ്നം കാണുകയാണ് ഇടതുമുന്നണി. എന്നാൽ പഞ്ചായത്ത് ഭരണത്തിലെ രാഷ്ട്രീയ അതിപ്രസരവും പ്രതിപക്ഷ മെമ്പർമാരോട് കാണിച്ച അവഗണനയും UDF പ്രചരണ വിഷയമാക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടി സൂക്ഷ്മത പുലർത്തിയാൽ കോലഴി തിരിച്ചുപിടിക്കാമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. നഗരവൽക്കരണം അതിവേഗം പടരുമ്പോൾ ആ ദിശയിലുള്ള വികസന പദ്ധതികൾക്ക് രൂപം നൽകുക എന്നതാണ് കോലഴിയിലെ പ്രാദേശിക ഭരണകൂടം നേരിടുന്ന വെല്ലുവിളി. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഭാവനാപൂർണവും ക്രിയാത്മകവുമായ വാഗ്ദാനങ്ങൾക്ക് ഇവിടെ വിലയേറും.